ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേജീസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമല ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഇങ്ങനെ അവിടെ ഇവിടെയും എല്ലാം അച്ചുമോളെ കണ്ടു എന്ന് ചോദിച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ റോഡ് സൈഡിൽ അപ്പുറം ഇപ്പുറം നോക്കാതെ നേരെ നടക്കുകയാണ് കമല. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു കാറ് വന്ന് കമല ഇടിച്ചിടുന്നുണ്ട്. എല്ലാവരും അവിടേക്ക് ഓടിക്കൂടി വരുന്നുണ്ട്. എൻ്റെ അച്ചുമോള് വരും, നിങ്ങളാരും എന്നെ എഴുന്നേൽപ്പിക്കണ്ട എന്നൊക്കെ കമല അവരോട് പറയുന്നുണ്ട്. ഈ സമയം സച്ചിയും ആരതിയും അതുവഴി വരുന്നുണ്ടായിരുന്നു. അവിടെ ഒരു ആൾക്കൂട്ടം കണ്ട് അവിടെ എന്താണെന്ന് തിരക്കാനായി അവർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവിടെ ആ റോഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കമല. അത് സച്ചി കാണുന്നു. ഇത് കണ്ട് ആരതി പറഞ്ഞിട്ടുണ്ട്, സച്ചി എത്രയും വേഗം അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന്. അച്ചുമോൾ ഇവിടെയുണ്ട്, ഞാൻ വരില്ല എന്ന് കമല അവരോട് പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരുവിധം സച്ചിയും ആരതിയും കൂടി കമലയെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് അവന്തികയും ചിപ്പിയും കൂടി ഗൗരിയെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഗൗരിമോളെ കാണാൻ വന്നതാണ്, ഗൗരിമോൾക്ക് എങ്ങനെയുണ്ട് എന്ന് അവന്തിക ശോഭനയോട് ചോദിക്കുന്നുണ്ട്. ഒട്ടും കുറവില്ല എന്ന് ശോഭന പറയുന്നുണ്ട്. മോളാണെങ്കിൽ ഗൗരിമോളെ കാണണമെന്ന് പറഞ്ഞ് ഒരേ വാശി. അവർ കൂട്ടുകാരല്ലേ, അവരുടെ വിഷമം ഞാൻ മനസ്സിലാക്കണ്ടേ, അതുകൊണ്ടാണ് മോളെ കൂട്ടിക്കൊണ്ട് വന്നത്. ഞങ്ങൾ മോളെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് അവന്തിക പറയുന്നുണ്ട്. ഈ സമയം രാജീവ് അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ പോകാൻ തുടങ്ങുമ്പോൾ രാജീവ് പറയുന്നുണ്ട്, ഇപ്പോൾ അകത്തേക്ക് ആരെയും കയറ്റി വിടില്ല, ഡോക്ടർ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ അത് സാരമില്ല, ഞാൻ ഡോക്ടറുമായി സംസാരിച്ചോളാം എന്ന് അവന്തിക പറയുന്നുണ്ട്. അവന്തിക ഒന്നും വിചാരിക്കരുത്, വിസിറ്റേഴ്സിന് അനുവദിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. മോള് വിഷമിക്കേണ്ട, ഗൗരിമോളെ നമുക്ക് പിന്നീട് കാണാമെന്ന് രാജീവ് പറയുന്നു. എന്നിട്ട് പറഞ്ഞിട്ട് ശിശിര അമ്മയെ അന്വേഷിക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ശോഭന അവിടേക്ക് പോയ സമയം അവന്തിക ദേഷ്യത്തോടെ തന്നെ രാജീവിനോട് ചോദിക്കുകയാണ്, താനെന്താ എന്നോട് വിരോധം കാണിക്കുകയാണോ? അകത്ത് കിടക്കുന്നത് എൻ്റെ മകളുടെ കൂട്ടുകാരിയാണ് എന്ന് അവന്തിക പറയുമ്പോൾ ഇത് കേട്ട് രാജീവ് പറയുന്നുണ്ട്, എനിക്ക് ആരോടും വിരോധമൊന്നുമില്ല, എന്നെ കൊല്ലാൻ വന്നവരോടും എനിക്ക് വിരോധമില്ല, പിന്നല്ലേ ഇത്. മോളെ, അങ്കിൾ വെറുതെ പറഞ്ഞതല്ല, ഗൗരിമോൾ ഇപ്പോൾ നല്ല മയക്കത്തിലാണ്, അതുകൊണ്ടാണ് അങ്കിൾ അങ്ങനെ പറഞ്ഞത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അമ്മയും കൂട്ടി വന്നാൽ മതി. ഇപ്പോൾ മോളെ കണ്ടാൽ ഗൗരിമോൾ കരയും. ഒരു ചെറിയ വിഷമം പോലും ഗൗരിക്ക് പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കരഞ്ഞാൽ അത് കുഴപ്പമാവില്ലേ? അങ്കിൾ പറഞ്ഞത് മോൾക്ക് മനസ്സിലായോ എന്ന് രാജീവ് ചോദിക്കുന്നുണ്ട്. താനിത് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് എനിക്കറിയാം എന്ന് അവന്തിക പറയുമ്പോൾ ആയിക്കോട്ടെ എന്ന് രാജീവും. അങ്ങനെ അവന്തിക ഇപ്പോൾ ചിപ്പയും കുട്ടി പോകാൻ തുടങ്ങുമ്പോൾ രാജീവ് ഒന്നുകൂടി അവന്തികയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ കുടുംബത്തിൽ നിങ്ങളുടെ ഒരു സഹതാപത്തിൻ്റെയും ആവശ്യമില്ല. മോളുടെ വിഷമം എനിക്ക് മനസ്സിലാവും, ഗൗരിമോൾ സുഖമാകുമ്പോൾ മോളെ കൊണ്ട് കാണിച്ചോളാം. പക്ഷേ ചതിയും മച്ചിനെയും ഒളിപ്പിച്ചു വെച്ച് മുഖത്ത് സഹതാപം കൊണ്ടുവന്നിട്ട് ഇനിയും നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണമെന്നില്ല എന്ന് രാജീവ് പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ചിപ്പി ഇങ്ങനെ രാജീവിനെ നോക്കുമ്പോൾ ചുമ്മാതാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ചിപ്പിയോട് രാജീവ്. ചിപ്പി വളരെയധികം സങ്കടത്തോടെ തന്നെ ഇങ്ങനെ ഐസുവിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവന്തിക ചിപ്പിയും കൂട്ടി അവിടെ നിന്നും പോയിരിക്കുകയാണ്. ശേഷം കാണിക്കുന്നത് കമലയും കൊണ്ട് സച്ചിയും ആരതിയും കൂടി. അനഘ ഇപ്പോൾ കമലയോട് വന്ന് ചോദിക്കുന്നുണ്ട്, ആൻറ്റി ഇത് എന്ത് പണിയാണ് കാണിച്ചത്? ഞങ്ങളോടൊന്നും പറയാതെ ആൻറ്റി ഇത് എവിടേക്കാണ് പോയത്? അങ്ങനെയൊക്കെ ഇപ്പോൾ അനഘ ചോദിക്കുന്നുണ്ട്. ഉടനെ ആരതി പറയുന്നുണ്ട്, ഇപ്പോൾ അമ്മയോടൊന്നും ചോദിക്കണ്ട എന്ന്. അങ്ങനെ ഇപ്പോൾ അവിടെ നിന്നും കമലയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് ആരതിയും സച്ചിയും കൂടി. എനിക്കെൻ്റെ മോളെ കാണണം, എൻ്റെ അച്ഛമോൾ എവിടെയാണ്, നിങ്ങളാരെങ്കിലും അവളെ കണ്ടോ, എനിക്ക് അവളോട് ഇങ്ങോട്ട് വരാൻ പറ എന്നൊക്കെ ഇങ്ങനെ വളരെയധികം സങ്കടത്തോടെ കമല അവരോട് പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഡോക്ടർ അവിടേക്ക് വരുന്നുണ്ട്. അമ്മ വന്നോ? അമ്മ ഞങ്ങളെല്ലാം ആകെ വിഷമിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ എനിക്കെൻ്റെ മോളെ കാണണം ഡോക്ടറെ. ഡോക്ടർ എൻ്റെ മോളെ കണ്ടായിരുന്നോ എന്നൊക്കെ കമല ഇങ്ങനെ ചോദിക്കുമ്പോൾ അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം, ഞാനൊരു ചെറിയ ഇഞ്ചക്ഷൻ എടുക്കാൻ പോവുകയാണ് എന്ന് ഡോക്ടർ കമലയോട് പറയുന്നുണ്ട്. എനിക്കെൻ്റെ മോളെ കാണണമെന്ന് വീണ്ടും ഡോക്ടറോട് പറയുന്നുണ്ട് കമല. അങ്ങനെ ഇപ്പോൾ ഡോക്ടർ ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ മയക്കത്തിലേക്ക് പോകുമ്പോഴും എൻ്റെ മോളെ എന്ന് പറഞ്ഞ് തന്നെയാണ് കമല കിടന്നുറങ്ങുന്നത്. അമ്മ വളരെയധികം ക്ഷീണതയാണ്, ഒന്നും പറയണ്ട, മാനസികമായ ആഘാതം തട്ടുന്ന ഒന്നും തന്നെ അമ്മയോട് സംസാരിക്കേണ്ട എന്ന് ഡോക്ടർ സച്ചിയോട് പറയുന്നു. ഇങ്ങനെ പോയി ഞങ്ങൾ എന്ത് ചെയ്യും ഡോക്ടർ എന്നിങ്ങനെ സച്ചി ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അമ്മയുടെ മനസ്സിൽ വളരെയധികം ആഘാതത്തിലൊരു മുറിവ് സംഭവിച്ചിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ആ കാണാതെ പോയ മകളെ കാണിച്ചു കൊടുക്കുക, ഇനിയും ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഷോക്ക് കൊടുക്കേണ്ടി വരും എന്നും ഡോക്ടർ പറയുന്നു. അങ്ങനെ ഇപ്പോൾ അനഘ കമലയുടെ ദേഹത്ത് നോക്കുമ്പോഴാണ് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. മാലയും കമലും ഒന്നും കാണുന്നില്ല എന്നുള്ളത്. അങ്ങനെ സച്ചിയോട് പറയുന്നുണ്ട്, ഏട്ടാ ആൻറ്റിയുടെ മാലയും വളയും ഒന്നും കാണുന്നില്ലല്ലോ എന്ന്. ഞങ്ങൾ കാണുന്ന സമയത്ത് അമ്മയുടെ ദേഹത്തൊന്നുമില്ലായിരുന്നു എന്ന് ആരതി പറയുമ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ അമ്മയുടെ കയ്യിലും കഴുത്തിലുമെല്ലാം മാലയും വളയും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് അനഘയും പറയുന്നുണ്ട്. മിക്കവാറും പോയ സമയത്ത് നഷ്ടപ്പെട്ടതായിരിക്കുമെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇനിയും എന്താണ് നഷ്ടപ്പെടാനുള്ളത് എന്ന്. എനിക്ക് അത്യാവശ്യമായ ഒരാളെ കാണാനുണ്ട്, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ആരതി ഇപ്പോൾ അവിടെ നിന്ന് പോവുകയാണ്. വളരെയധികം സങ്കടത്തോടെ തന്നെ സച്ചിയും അനഘയും ഇപ്പോൾ കമലയുടെ കൂടെ തന്നെ നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ അർച്ചനയും കാണിക്കുന്നു. അർച്ചനയും വളരെയധികം സങ്കടത്തോടെ തന്നെ ഗൗരിയുടെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ട്. അവിടേക്ക് ഇപ്പോൾ രാജീവ് വരുന്നു. ഗോകുൽ എവിടെയെന്ന് അർച്ചന ചോദിക്കുമ്പോൾ രാജീവ് പറയുന്നുണ്ട്, ഗോകുൽ ഡോക്ടറെ കാണാൻ പോയി എന്ന്.
എനിക്ക് അർച്ചനയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് രാജീവ് പറയുമ്പോൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അർച്ചന. കുഞ്ഞു പ്രായത്തിൽ തന്നെ അവൾക്ക് അമ്മയെ തിരിച്ചറിയുന്നതിന് മുമ്പേ ആ പ്രായത്തിൽ തന്നെ അവൾക്ക് അവളുടെ അമ്മയെ നഷ്ടപ്പെട്ടു. ഇസബെല്ല പോയപ്പോൾ സമൃദ്ധിയായി അർച്ചന ഗോകുലിൻ്റെ ജീവിതത്തിലേക്ക് വന്നു. അർച്ചന ഗോകുലിൻ്റെ ജീവിതത്തിലേക്ക് മാത്രമല്ല വന്നത്, അവൾ ഗൗരിയുടെ ജീവിതത്തിലേക്കും കൂടിയാണ്. അർച്ചനയാണ് അവളുടെ സ്വന്തം അമ്മ എന്ന് വിശ്വസിച്ചാണ് ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ അവൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു അമ്മയുടേതായ എല്ലാ സ്നേഹവും കരുതലും അർച്ചന ഗൗരിക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അർച്ചനയ്ക്ക് അറിയാം അർച്ചന പ്രസവിച്ച കുഞ്ഞല്ല ഗൗരിമോൾ എന്ന്. അതുകൊണ്ട് ഗോകുലിൻ്റെയും ഗൗരിമോളുടെയും ജീവിതത്തിൽ നിന്ന് അർച്ചന എന്തെങ്കിലും പടിയിറങ്ങി പോകുമ്പോൾ തകർന്നു പോകുന്നത് ഗൗരിമോളായിരിക്കും. നാളെ സമൃദ്ധ തിരിച്ച് സച്ചിയുടെ ജീവിതത്തിലേക്ക് പോകും. ചിലപ്പോൾ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ ഗൗരിമോളുടെ കാര്യം എന്താകും എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ രാജീവ്. ഇത് കേട്ട് അർച്ചന ചോദിക്കുന്നുണ്ട്, എൻ്റെ മനസ്സ് കല്ലാണെന്നാണ് രാജീവ് വിചാരിച്ചത്? ഞാൻ എൻ്റെ ഗൗരിമോളെ 10 മാസം വയറ്റിൽ ചുമന്നില്ല എങ്കിലും എൻ്റെ പൊന്നുമോളായിട്ട് ഞാൻ ഇവളെ എൻ്റെ മനസ്സിൽ ചുമന്നതാണ്. പെറ്റമ്മയേക്കാൾ വലുതാണ് പോറ്റമ്മ എന്ന് തെളിയിച്ച് തന്നതാണ് എൻ്റെ മോള്. രാജീവ് പറഞ്ഞതുപോലെ എൻ്റെ മകളെ കണ്ടുപിടിച്ച് തരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോഴും എൻ്റെ 2 മക്കൾ എൻ്റെ 2 കണ്ണുകളായിരിക്കുമെന്ന് കരഞ്ഞുകൊണ്ട് അർച്ചന പറയുന്നു. അവർ രണ്ടുപേരുമില്ലാതെ ഈ അമ്മയുടെ ജീവിതം പൂർണ്ണമാകില്ല എന്നും പറയുന്നുണ്ട്. ഈ സമയം അമ്മ എന്ന് പറഞ്ഞ് ഗൗരി ഇപ്പോൾ അർച്ചനയെ വിളിക്കുന്നുണ്ട്. ഈ സമയം ഗോകുലും അവിടേക്ക് വരുന്നുണ്ട്. എൻ്റെ മോൾക്കൊന്നുമില്ല, അമ്മയുണ്ട്, അമ്മ മോളെ വിട്ട് എങ്ങും പോവില്ല എന്നൊക്കെ ഇങ്ങനെ അർച്ചന പറയുന്നുണ്ട് ഗൗരിയോട്. അങ്ങനെ ഇപ്പോൾ രാജീവ് ഗോകുലിൻ്റെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട്, ഗൗരി മോളെ പ്രസവിച്ചത് അർച്ചനയല്ലെന്ന് എങ്ങനെ പറയും? അവരെ അമ്മയും മകളുമായി സൃഷ്ടിച്ചത് ദൈവമാണ്. ഇത്രയും പറഞ്ഞ് രാജീവ് ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നു. ശേഷം ഇപ്പോൾ അവന്തിക്കയാണ് കാണിക്കുന്നത്. അവന്തിക്ക് ഇപ്പോൾ സന്ദീപുമായി സംസാരിക്കുന്നുണ്ട്. എന്തായി, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തോ? നീ ഗോകുലിൻ്റെ വീട്ടിൽ പോയില്ലേ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ, പോയി, ഞാൻ അവിടെ എല്ലാം അരിച്ചു പെറുക്കി, പക്ഷേ നമ്മൾ വിചാരിച്ച ഒന്നും തന്നെ അവിടെ നിന്ന് കിട്ടിയില്ല എന്ന് സന്ദീപ് പറയുന്നു. ഓഫീസ് റൂമിൽ നോക്കിയില്ലേ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ, നോക്കി, എല്ലായിടവും നോക്കി, എല്ലാ ഫയലും അരിച്ചു പെറുക്കി നോക്കി, പക്ഷേ ആ ഫയൽ മാത്രം കണ്ടില്ല. അയാളത് മറ്റെവിടെയോ സൂക്ഷിച്ചിരിക്കുകയാണ് എന്ന് മൂർത്തി അവന്തികയോട് പറയുന്നുണ്ട്. ഈ കേസ് അയാൾക്ക് സ്പെഷ്യലാണ്. ഈ കേസ് അയാൾക്ക് ജയിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ജയിലിൽ പോകണം. അത് അനുവദിച്ചു കൊടുക്കാൻ സാധിക്കില്ലല്ലോ എന്ന് അവന്തികയും പറയുന്നു. ഇനിയിപ്പോൾ രാജീവിനെ മാത്രം ഫോളോ ചെയ്താൽ പോരാ, നമ്മുടെ ആൾക്കാർ ഗോകുലിനെയും നിഴൽ പോലെ പിന്തുടരണമെന്ന് അവന്തിക. എനിക്കൊരു സംശയം, ഇതിൽ ഗോകുലിനും കാര്യമായി എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് സന്ദീപ് ചോദിക്കുന്നു. ഇനിയിപ്പോൾ അവർ രണ്ടുപേരും കൂടി ചേർത്താണോ എനിക്കെതിരെ പടയൊരുക്കം നടത്തുന്നത് എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. രാജീവിന് എന്നോടുള്ള പക തീർക്കാൻ ഗോകുലിൻ്റെ സഹായം, ഏതോ ഒരു സുഗതൻ മേനോനെ മുൻനിർത്തി അവർ രണ്ടുപേരും കളിക്കുന്നതാണ് എന്നൊക്കെ അവന്തിക്ക് ഇപ്പോൾ പറയുന്നു. ഇതിൽ ഗോകുലിനെ ഇതുവരെ നമ്മൾ സംശയിക്കാതിരുന്നതാണ് നമുക്ക് പറ്റിയ തെറ്റ്. ഈ സുഗതൻ മേനോൻ അവർ തന്നെ ആയിരിക്കും ഇറക്കിയത്. എനിക്കത് തീർച്ചയായി കഴിഞ്ഞു എന്നും അവന്തിക പറയുന്നുണ്ട്. പിന്നീട് വീണ്ടും ഗൗരിയാണ് കാണിക്കുന്നത്. ഗൗരി ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, നമ്മളെപ്പോഴാണ് വീട്ടിലേക്ക് പോകുന്നത് എന്ന്. എനിക്ക് സ്കൂളിൽ പോകണം, ഫ്രണ്ട്സിനെ എല്ലാം കാണണം എന്നൊക്കെ ഗൗരി പറയുന്നുണ്ട്. ഈ സമയം ഡോക്ടർ അവിടേക്ക് വരുന്നു. അങ്ങനെ ഇപ്പോൾ ഡോക്ടറോട് വിവരങ്ങളൊക്കെ പറയുകയാണ് അർച്ചന. ഉടനെ ഡോക്ടർ പറയുന്നുണ്ട്, ഇപ്പോൾ നമുക്ക് മരുന്ന് കഴിക്കാം, അസുഖം മാറിയാൽ കുട്ടികളെ എല്ലാവരെയും കാണാമെന്ന്, കൂട്ടുകാരെ എല്ലാം കാണാമെന്ന് ഡോക്ടറും ഗൗരിയോട് പറയുന്നു. അങ്ങനെ ഇപ്പോൾ അർച്ചനയുടെ പുറത്ത് നിൽക്കാനായി ഡോക്ടർ പറയുന്നുണ്ട്. എന്നാൽ ഗൗരി സമ്മതിക്കുന്നില്ല. മോളഞ്ചന വാശി പിടിക്കുന്നത്, നമുക്കൊരു ചെറിയ ഇഞ്ചക്ഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് അമ്മയെ തിരിച്ച് വിളിക്കാം എന്നൊക്കെ ഇങ്ങനെ അവർ പറയുന്നു. അങ്ങനെ ഇപ്പോൾ പുറത്തിങ്ങനെ വിഷമിച്ച് നിൽക്കുകയായിരുന്നു ഗോകുൽ. അവിടേക്ക് വന്ന് അർച്ചന പറയുന്നുണ്ട്, ഇങ്ങനെ സങ്കടപ്പെടരുത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഗോകുലിനെ എന്ത് വന്നാലും ഞാൻ കൂടെയുണ്ട്, ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അർച്ചന ഇപ്പോൾ ഗോകുലിനെ സമാധാനിപ്പിക്കുകയാണ്. ഈ സമയം പെട്ടെന്ന് തന്നെ അർച്ചന ഇപ്പോൾ ആരതി വിളിക്കുന്നുണ്ട്. അങ്ങനെ ഗൂഗിളിൻ്റെ അടുത്ത് നിന്നും അല്പം മാറി നിൽക്കുകയാണ് അർച്ചന. കമലയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അർച്ചന. അങ്ങനെ ഇപ്പോൾ ആരതി ഗൗരിയെക്കുറിച്ചും തിരക്കുന്നു. ഗൗരിമോളുടെ അവസ്ഥ അറിയില്ല, ഈ അവസ്ഥയിൽ മാറി നിൽക്കാൻ സാധിക്കില്ല എന്ന് അർച്ചന പറയുന്നുണ്ട്. അപ്പോൾ സ്വന്തം അമ്മയുടെ ജീവന് ഒരു വിലയുമില്ലേ എന്ന് ആരതിയും അർച്ചനയോട് ചോദിക്കുന്നു. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.